മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ ഈ ദിവസങ്ങളായി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്നത് ഈ ചോദ്യപേപ്പർ ചോർച്ചയാണ്. പരീക്ഷകൾ അത് എങ്ങനെ വിശ്വാസ്യതയോടുകൂടി നടത്താൻ കഴിയുമെന്നുള്ളതിൽ വലിയ ആശങ്ക വിദ്യാർത്ഥികൾ പങ്കുവയ്ക്കുന്നു. വിദ്യാർത്ഥികളുടെ പല പരീക്ഷകൾ റദ്ദാക്കപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം നിലനിൽക്കെ ഈ ചോദ്യപേപ്പർ ചോർച്ച തടയാൻ കർശന നിയമം കൊണ്ടുവരികയാണ് കേന്ദ്ര സർക്കാർ. സംഘടിത കുറ്റകൃത്യങ്ങൾക്കെതിരെ 5 വർഷം വരെ തടവും 1 കോടി രൂപ പിഴയും ഈടാക്കും. പുതിയ വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാകേഷ് ആയിരുന്നു വിവരങ്ങളുമായി. രാകേഷ്, ഈ നിയമം കർശനമാക്കുന്നു. പഴയ ശിക്ഷാ വ്യവസ്ഥയിൽ നിന്ന് എത്രമാത്രം കടുപ്പിച്ചിട്ടുണ്ട്? എന്താണ് വ്യത്യാസം? എൽദോ, പരീക്ഷകളുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഘട്ടമാണ്. പ്രത്യേകിച്ച് നീറ്റ് പരീക്ഷ, ഒപ്പം തന്നെ നെറ്റിന്റെ ഒക്കെ തന്നെ പരീക്ഷകൾ മാറ്റിവെക്കുന്നു, ക്രമക്കേടുകൾ നടക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഏതായാലും നിയമം വിജ്ഞാപനം ചെയ്തിരിക്കുന്നത്. ഈ നിയമം നേരത്തെ പാസ്സായതാണ്. അതായത് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ തന്നെ പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ് പബ്ലിക് എക്സാമിനേഷൻ പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് ആക്ട് 2024. പക്ഷേ ഇത് വിജ്ഞാപനം ചെയ്തത് ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ നിയമം ഏതായാലും വിജ്ഞാപനം ചെയ്തിരിക്കുന്നത്. ഇത് പ്രകാരം ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്നവർക്ക് 3 മുതൽ 5 വർഷം വരെ ശിക്ഷ ലഭിക്കും എന്നാണ് ഈ വിജ്ഞാപനത്തിൽ പറയുന്നത്. അതായത് തട്ടിപ്പിൽ പങ്കാളികളായവർക്ക് 3 മുതൽ 5 വർഷം വരെ ശിക്ഷ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് സംഘടിത കുറ്റകൃത്യമാണെങ്കിൽ ശിക്ഷയുടെ കാലാവധി കൂടും. അതായത് 5 വർഷം വരെ ശിക്ഷ ലഭിക്കാം, 5 വർഷം മുതൽ 10 വർഷം വരെ ശിക്ഷ ലഭിക്കാം. ഒപ്പം തന്നെ 1 കോടി രൂപ പിഴയും ഇവരിൽ നിന്ന് ഈടാക്കുമെന്നാണ് ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നത്. ഒപ്പം തന്നെ സ്ഥാപനങ്ങൾ ഈ കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയും കടുത്ത നടപടി ഉണ്ടാകുമെന്നാണ് ഈ നിയമത്തിൽ പറയുന്നത്. അതായത് ഈ സ്ഥാപനങ്ങൾ കണ്ടുകെട്ടും. ഒപ്പം തന്നെ ഈ പരീക്ഷാ ചെലവായ തുക അത് ഈ സ്ഥാപനത്തിൽ നിന്ന് ഈടാക്കും എന്നുകൂടി പറയുന്നുണ്ട്. ജാമ്യമില്ല കുറ്റമായിരിക്കും ഈ കുറ്റകൃത്യത്തിന്റെ ഭാഗമായവർക്കെതിരെ ചുമത്തുക എന്നാണ് നിയമം വ്യവസ്ഥ ചെയ്യുന്നത്. ഒപ്പം തന്നെ ഡെപ്യൂട്ടി സൂപ്രണ്ടിൽ കുറയാത്ത ഉദ്യോഗസ്ഥനായിരിക്കും ഇതിന്റെ അന്വേഷണ ചുമതല. ഇതുകൂടാതെ കേന്ദ്ര സർക്കാരിന് ഈ അന്വേഷണം ഏത് ഏജൻസിക്ക് വേണമെങ്കിൽ കൈമാറാൻ അധികാരമുണ്ടായിരിക്കും എന്നുകൂടി വ്യവസ്ഥ ചെയ്യുന്നു. ഏതായാലും നേരത്തെ ഉണ്ടായിരുന്ന നിയമങ്ങളിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് കർശന ശിക്ഷ ഉറപ്പാക്കുന്നതാണ് നിയമം. പ്രത്യേകിച്ച് നിലവിലെ പശ്ചാത്തലത്തിൽ രാജ്യത്താകമാനം വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നു. പ്രത്യേകിച്ച് ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ, വിദ്യാഭ്യാസ മന്ത്രി തന്നെ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ രാജ്യവ്യാപകമായി നടക്കുന്നു. മിനിഞ്ഞാന്ന് മന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടന്നു. ഇന്നലെ രാജ്യവ്യാപകമായ പല കേന്ദ്രങ്ങളിലും പ്രതിഷേധമുണ്ടായി. BJP ആസ്ഥാനത്തേക്കൊക്കെ തന്നെ മാർച്ച് നടക്കുകയും ചെയ്തു. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഏതായാലും ഈ നിയമം കേന്ദ്ര സർക്കാർ കർക്കശമാക്കിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് ബജറ്റ് സമ്മേളനത്തിന്റെ ഘട്ടത്തിലാണ് ഈ നിയമം പാസ്സാക്കിയിരുന്നെങ്കിൽ പോലും അത് വിജ്ഞാപനം ചെയ്തിരുന്നില്ല. ഏതായാലും ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ അത് വിജ്ഞാപനം ചെയ്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. എൽദോ, രാകേഷ്, ഒപ്പം തന്നെ ഈ CSIR നെറ്റ് പരീക്ഷ മാറ്റിവെക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. ചോദ്യപേപ്പർ ചോർന്നുവെന്ന് സൂചന കിട്ടിയതിന്റെ സാഹചര്യത്തിലാണല്ലോ പരീക്ഷ മാറ്റിവെക്കൽ. അതിന്റെ വിശദാംശങ്ങൾ കൂടി. എൽദോ, 48 മണിക്കൂർ മാത്രമേ ആയിട്ടുള്ളൂ നെറ്റ് പരീക്ഷ റദ്ദാക്കിയിട്ട്. അതിന് തൊട്ട് പിന്നാലെ ഇപ്പോൾ CSIR നെറ്റ് പരീക്ഷ കൂടി മാറ്റിവെച്ചിരിക്കുകയാണ്. അതിന്റെ കാരണം സാങ്കേതിക കാരണം എന്ന വിശദീകരണമാണ് കേന്ദ്ര സർക്കാർ ഏതായാലും ഈ ഘട്ടത്തിൽ നൽകിയിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രാലയം ഈ ഘട്ടത്തിൽ നൽകിയിരിക്കുന്നെങ്കിൽ പോലും അങ്ങനെയല്ല എന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നു. അതായത് ചോദ്യപേപ്പർ ചോർന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ നടപടി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇന്നലെ തന്നെ ഈ വിഷയത്തിൽ ചില വാട്സപ്പിലടക്കം ചില സന്ദേശങ്ങൾ പ്രചരിച്ചിരുന്നു. അതായത് ഈ ചോദ്യപേപ്പർ ചോർന്നു എന്നടക്കമുള്ള വിവരങ്ങൾ പല രീതിയിൽ പ്രചരിച്ചിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഇന്നലെ ഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, ഒപ്പം തന്നെ UGC ചെയർമാൻ ജഗദീഷ് കുമാർ, ക്യാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗൗബ തുടങ്ങിയവരൊക്കെ തന്നെ പങ്കെടുത്തിരുന്നു. ഇതിന് ശേഷമാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന വിശദീകരണമാണ് ലഭിക്കുന്നത്. ഈ പരീക്ഷ നടക്കേണ്ടിയിരുന്നത് ഈ അടുത്ത ആഴ്ചയാണ്. അതായത് 25 മുതൽ 27 വരെ തീയതികളിലായാണ് ഈ പരീക്ഷ നടക്കേണ്ടിയിരുന്നത്. 2 ലക്ഷം വിദ്യാർത്ഥികളാണ് ഈ പരീക്ഷ എഴുതുകയും ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഈ ചോദ്യപേപ്പർ ചോർന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരമൊരു നടപടിയിലേക്ക് വിദ്യാഭ്യാസ മന്ത്രാലയം കടക്കുകയും ചെയ്തിരിക്കുന്നത്. മാത്രവുമല്ല, ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ പരീക്ഷയുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന നിലപാട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സ്വീകരിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഏതായാലും
ഇത്തരമൊരു തീരുമാനത്തിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ചോദ്യപേപ്പർ ചോർന്നു എന്നൊരു വിശദീകരണം അല്ലെങ്കിൽ ഔദ്യോഗികമായ അത്തരം പ്രതികരണം ഒന്നും തന്നെ സർക്കാരോ വിദ്യാഭ്യാസ വകുപ്പോ നടത്തിയിട്ടില്ല. പകരം ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഈ പരീക്ഷ ഈ ഘട്ടത്തിൽ മാറ്റുന്നു. NTA പുതിയ തീയതി അറിയിക്കുമെന്ന അറിയിപ്പ് കൂടി ഇപ്പോൾ ഏതായാലും വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സ്വാഭാവികമായും CSR പരീക്ഷ ചോദ്യപേപ്പർ കൂടി ചോരുന്ന ഈ ഘട്ടത്തിൽ അത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് പാർലമെന്റ് സമ്മേളനം നടക്കാനിരിക്കുന്നു. പാർലമെന്റ് സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കാനിരിക്കുമ്പോൾ ഈ വിഷയം സ്വാഭാവികമായും വലിയ ആയുധമാക്കി മാറ്റാനുള്ള തീരുമാനം തന്നെയായിരിക്കും പ്രതിപക്ഷം കൈക്കൊള്ളുക. അതിന് മുന്നോടിയായി പാർലമെന്റിന് പുറത്ത് പ്രത്യേകിച്ച് ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ പ്രതിഷേധങ്ങൾ ഇപ്പോൾ തന്നെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. എൽദോ. റൈറ്റ്. ER രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എന്നാലും ഈ പരീക്ഷ നടത്തിപ്പിൽ കൃത്യമായ നടപടിയിലേക്ക് മുന്നോട്ട് പോയില്ലെങ്കിൽ അത് വലിയ വിശ്വാസ്യതയുടെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഊർജിതമായുള്ള നടപടികൾ സ്വീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ.